ചോദ്യം നമ്പർ 452 ശ്രീമതി കാനത്തിൽ ജമീല, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, നാളിതുവരെ കേരളത്തിൽ 3 മെഡിക്കൽ കോളേജുകൾ, 7 ജില്ലാ ആശുപത്രികൾ, ഒരു താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ 11 ആശുപത്രികൾക്കാണ് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 3 ആശുപത്രികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും 8 ആശുപത്രികൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുമാണ് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി തിരുവനന്തപുരം, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി പുനലൂർ, ജനറൽ ആശുപത്രി എറണാകുളം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോഴിക്കോട്, ജനറൽ ആശുപത്രി കോഴിക്കോട്, ജില്ലാ ആശുപത്രി മാനന്തവാടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മങ്ങാട്ടുപറമ്പ, ജില്ലാ ആശുപത്രി മാവേലിക്കര, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പൊന്നാനി. ഇതാണ് ആ ആശുപത്രികൾ. ബി, പ്രസവ ശുശ്രൂഷകൾ നടത്തുന്ന ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഇതിനെ കാണാൻ കഴിയും. സി, ലക്ഷ്യ മാർഗനിർദ്ദേശം അനുസരിച്ച് ലേബർ റൂം അനുബന്ധ സേവനങ്ങളും ലേബർ ഡെലിവറി റിക്കവറി അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ന്യൂബോൺ കെയർ കോർണർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ ഗർഭിണികൾക്കും റെസ്പെക്റ്റ്ഫുൾ മെറ്റേണിറ്റി കെയർ ആൻഡ് പ്രൈവസി നൽകുന്നതിനായി ലേബർ റൂമിൽ പ്രത്യേകം ക്യൂബിക്കുകൾ നിർമ്മിച്ച് അവരുടെ സ്വകാര്യത ഉറപ്പാക്കി സുരക്ഷിത പരിചരണം അന്തരീക്ഷം ഉറപ്പാക്കുന്നു. ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, SNCU എന്നിവ ഒരേ ബ്ലോക്കിൽ സജ്ജീകരിച്ച് ലേബർ റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രോഗികൾക്ക് മെച്ചപ്പെട്ട ശുശ്രൂഷ നൽകുന്നതിനു വേണ്ടി മതിയായ മനുഷ്യ വിഭവശേഷി പ്രദാനം ചെയ്യുന്നതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പരിശീലന പരിപാടികളും എല്ലാ വിഭാഗത്തിലുമുള്ള ജീവനക്കാരുടെയും നൈപുണ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടിയുള്ള OSCE പരീക്ഷകളും നടത്തി വരുന്നുണ്ട്. സർ, എവിഡൻസ് ബേസ്ഡ് പ്രോട്ടോകോൾ ഉണ്ടാക്കുകയും അവ എല്ലാ ജീവനക്കാർക്കും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ ഓഡിറ്റുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സർ, ഡി, അമ്മയ്ക്കൊരു കൂട്ട പദ്ധതി ലക്ഷ്യ പദ്ധതിയുടെ ഒരു ഘടകമാണ്. ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രസവ സമയത്ത് ഗർഭിണികളുടെ ആത്മധൈര്യം കൂട്ടുന്നതിനും ആയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. SATയിൽ വളരെ മനോഹരമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പേഷ്യൻ്റ് ഫീഡ്ബാക്ക് സർവേ പ്രകാരം ഇത് വളരെ പ്രയോജനകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നുമുണ്ട്. ശ്രീമതി കാനത്തിൽ ജമീല. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് എത്ര ആശുപത്രികൾക്ക് നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്? സർ, ഇവിടെ 3 തരത്തിലാണ്. ഒന്ന് NQAS, 2 ലക്ഷ്യ ഈ പറഞ്ഞതുപോലെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ ലേബർ റൂമും OTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. പിന്നീട് മുസ്കാൻ, അത് ശിശുപരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച NQAS അക്രഡിറ്റേഷനിൽ ഇതുവരെ സംസ്ഥാനത്ത് 176 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് NQAS അക്രഡിറ്റഡ് ആയിട്ടുള്ളത്, ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 100 സ്ഥാപനങ്ങൾക്കാണ് സാർ NQAS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അതിൽ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ആഴ്ച ദേശീയ തലത്തിൽ നടന്ന ഇവൻറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NQAS സ്കോർ നേടിയ ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ആരോഗ്യ കേന്ദ്രത്തിനാണ് സാർ ലഭിച്ചത്. 99% സ്കോറാണ് ലഭിച്ചിട്ടുള്ളത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ചോദ്യം ഇതായിരുന്നു: മികച്ച ശിശു സേവനങ്ങൾക്കുള്ള അംഗീകാരം സംസ്ഥാനത്ത് ആശുപത്രികൾക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടോ? മന്ത്രിയുടെ മറുപടിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ശ്രീ P. നന്ദകുമാർ. സർ, ആരോഗ്യ മേഖലയിൽ ഈ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം, ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ്. സർ, ഈ തുടർച്ചയായി 3 വർഷം ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നമ്മുടെ കേരളത്തിനാണ് ലഭിക്കുന്നത്. സർ, 1600 കോടി രൂപയാണ് ഓരോ വർഷവും സൗജന്യ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മളെക്കാൾ വളരെ പിന്നിലായിട്ടുള്ള സ്ഥിതിയിലാണ് ഉള്ളത്. ശ്രീ NK അക്ബർ. സർ, ലേബർ റൂമുകൾ ലക്ഷ്യ നിലവാരത്തിൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? സർ, ശിശു മരണനിരക്ക് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആപ്തവാക്യം സർ സേഫ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഡെലിവറി എന്നുള്ളതാണ്. സുരക്ഷിതവും അതോടൊപ്പം തന്നെ ഗർഭിണിയായ വ്യക്തിയുടെ പ്രൈവസി ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാലിച്ചുകൊണ്ടാണ് സർ ഈ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട്
അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. സാർ, ഇതിൽ പ്രധാനമായി ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം, ഇപ്പോൾ ഞാൻ ഉത്തരത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രൈവസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ക്യൂബിക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗർഭിണിക്കും അല്ലെ ഓരോ സ്ത്രീക്കും സ്വകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സാർ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഘടകം ഇതാണ്. ഇൻഫെക്ഷൻ, പ്രസവ സമയത്തുള്ള ഇൻഫെക്ഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. സാർ, ഇതോടൊപ്പം തന്നെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നടപടികൾ ആശുപത്രികളിൽ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവാണ് സാർ. പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാൽ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ശ്രീ എം രാജഗോപാൽ. സർ, NQS നിലവാരത്തിലേക്ക് പുതിയ ആശുപത്രികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എന്തെല്ലാം സ്വീകരിച്ചു വരുന്നു? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന പ്രത്യേക നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, നമുക്ക് 104 ഡെലിവറി പോയിന്റ്സാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതിൽ 95 DHSന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും 9 മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ 104 ഡെലിവറി പോയിന്റ്സാണ് സംസ്ഥാനത്തുള്ളത്. ഈ 104 ഡെലിവറി പോയിന്റ്സും ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാർ, ഇതിൽ ബേസിക്കായി ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി. അവിടെ നിന്ന് തുടങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അതിൽ ആവിഷ്കരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് നടപ്പിലാകുന്നു എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. സുസ്ഥിര വികസന സൂചികയുമായി ബന്ധപ്പെട്ട് സാർ, ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ച ഇപ്പോൾ നീതി ആയോഗ് ഏറ്റെടുത്തിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായി 2030 നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവജാത ശിശു മരണനിരക്ക് 6 ആകണം എന്നുള്ളതായിരുന്നു. 2030 നമ്മുടെ ടാർഗറ്റ് ഇയർ 2030 സാർ. പക്ഷേ 2021 തന്നെ 6 എന്നുള്ളതിൽ നമുക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് 4 സാർ. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 4 കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത്. അപ്പോൾ അതും വീണ്ടും കുറയ്ക്കും. ഇത് അമേരിക്കൻ ഐക്യനാടുകളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സ്റ്റാൻഡേർഡ്സിന് തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഡേറ്റ. അതോടൊപ്പം സാർ, ഈ കാലഘട്ടത്തിൽ 2022 ദേശീയ തലത്തിൽ വീണ്ടും നമുക്ക് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ടാണ് സാർ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. 2030 എന്നുള്ള ടാർഗറ്റിൽ നമ്മൾ നേരത്തെ തന്നെ അച്ചീവ് ചെയ്തു. നമ്മൾ ഇനി നമ്മുടെ നിലയിൽ നിന്ന് വീണ്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം സാർ, ഈ ഒരു ഘട്ടത്തിൽ ഈ 104 ഡെലിവറി പോയിന്റ്സിലും നമുക്ക് ന്യൂ ബോൺ കെയർ ഉണ്ട്. അത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടാതെ സിക്ക് യൂണിറ്റുകളുണ്ട് സാർ. അത് ന്യൂ ബോൺ ബേബീസിനെ പ്രത്യേകമായി പരിചരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടും കാസർഗോഡ് ആശുപത്രിയും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമ്മളത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂ ബോൺ ICUകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വീണ്ടും മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം ശലഭം പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ ശലഭം പദ്ധതി, ന്യൂ ബോൺ സ്ക്രീനിങ് അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്. ഈ വർഷം 2 പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ന്യൂ ബോൺ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിൽ സിക്കിൾ സെൽ അനീമിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. 2018 കോട്ടക്കൽ FHCI ഉയർത്തിയത്. സർ, വളരെ പരിമിതമായ സ്റ്റാഫ് വെച്ചാണ് ഈ ദേശീയ തലത്തിലേക്കുള്ള ഒരു അംഗീകാരത്തിന് അവർക്ക് എത്താൻ കഴിഞ്ഞതും അതിനവർ അഭിനന്ദിക്കുകയാണെങ്കിൽ അഭിനന്ദിച്ചു. സർ, ഈ തരത്തിൽ അതിൻ്റെ സ്റ്റാഫ് പാറ്റേൺ പുതുക്കി പുതിയ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവ് പരിഹരിച്ച് അവിടെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ CHC ആക്കി ഉയർത്താൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ആർദ്രം മാനദണ്ഡ പ്രകാരം ഓരോ ആരോഗ്യ കേന്ദ്രത്തിനും ആശുപത്രിക്കും അവിടെ നൽകപ്പെടുന്ന സേവനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് സർ. സാർ, ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ്. അതായത് ആ പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രം ആ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൊതുജനാരോഗ്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരിടമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. ആ പ്രവർത്തനങ്ങളെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് സാർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് ഓരോ ആശുപത്രിയിലും ആരോഗ്യ കേന്ദ്രത്തിലും എത്രത്തോളം സ്റ്റാഫ് വേണം എന്നുള്ളത് സംബന്ധിച്ച് എന്തൊക്കെ സൗകര്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് സാർ. ഇപ്പോൾ ആരോഗ്യ വകുപ്പിനൊപ്പം തന്നെ
LSGD ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അവർ ഒരു ഡോക്ടറെയും ഒരു ആരോഗ്യ പ്രവർത്തകയോ കൂടി അവിടെ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലായിടത്തും നടപ്പിലാകുന്നുണ്ടെന്ന് ഉള്ളത് കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് സാർ മുന്നോട്ട് പോകുന്നത്. ശ്രീ വായൂർ സോമൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്താണ് വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾക്ക് ആകെ ആശ്രയമായിട്ടുള്ളത് അവിടുത്തെ CHC ആണ്. അവിടെ കഴിഞ്ഞ 10 ദിവസമായി CHCക്ക് മുൻപിൽ സമരം നടക്കുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. രാത്രി ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. തോട്ടം ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടി കിടക്കുന്നത് കൊണ്ട് എല്ലാ ജനങ്ങളും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ CHC ആണ്. അവിടെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. സർ, ഈ സർക്കാർ തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. ബഹുമാന്യനായ അംഗത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ പീരുമേട് താലൂക്ക് ആശുപത്രി, അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം കൂടി അതിൽ നല്ല താല്പര്യം എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടിന് ശേഷം അവിടെ പ്രസവം നടന്ന് അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സാഹചര്യം ഉണ്ട്. ആ രീതിയിൽ അവിടെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നേരിട്ട് പോയി ഈ സ്ഥാപനങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വിഷയം എന്താണെന്നുള്ളത് പരിശോധിക്കുന്നതാണ് സർ. IC ബാലകൃഷ്ണൻ. സാറേ, ബത്തേരി താലൂക്ക് ആസ്പത്രി അങ്ങ് 3 തവണ അവിടെ സന്ദർശിച്ചതാണ്. അവിടെ ഈ കെട്ടിട സമുച്ചയങ്ങളും എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് സാർ. മാത്രമല്ല അവിടെ 157 ബെഡാണുള്ളത്. ഏതാണ്ട് 100-150ഓളം ബെഡുകൾ അവിടെ സ്ഥാപിക്കാൻ കഴിയും. അവിടുത്തെ പ്രശ്നം വെച്ചാൽ സ്റ്റാഫ് പാറ്റേൺ ഏതാണ്ട് 3 പ്രപ്പോസൽ ഗവൺമെൻറ് സമർപ്പിച്ചു. ഡോക്ടേഴ്സിൻ്റെ കുറവ്, ഇത്തരം കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, ബത്തേരി ആശുപത്രിക്കും ഈ പറഞ്ഞതുപോലെ നല്ല പ്രാധാന്യം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ ഇപ്പോൾ അവിടെ 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, അത്യാധുനിക നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഒഫ്താൽമോളജി ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സർ. അതുകൂടാതെ ഇപ്പോൾ അവിടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അത് ഫൈനൽ ആയിട്ടുണ്ട് സർ. ഏതാണ്ട് 98% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അമ്മയും കുഞ്ഞും ബ്ലോക്ക്, അത് തീർച്ചയായിട്ടും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ആ ഒരു ബ്ലോക്ക് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അവിടേക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും മറ്റ് അനുബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ പൊതുവെ ഇപ്പോൾ നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഗ്യാപ്പ് അനാലിസിസ് നടത്തി അതിനനുസരിച്ചിട്ടുള്ള തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് സർ. ശ്രീ പി മമ്മിക്കുട്ടി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ഐസൊലേഷൻ വാർഡുകൾ തീരുമാനിച്ചിരുന്നു. എൻ്റെ ഷൊർണൂർ മണ്ഡലത്തിലെ ഐസൊലേഷൻ വാർഡ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ ഈ ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ സബ് സ്റ്റാഫിനെ നിയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? സർ, നിലവിൽ പ്രവർത്തിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയോട് അനുബന്ധമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50ഓളം ഐസൊലേഷൻ വാർഡുകളാണ് ഇതിനോടകം പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ആ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഐസൊലേഷൻ വാർഡും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീ അനൂപ് ജേക്കബ്. സർ, 2 ഗവൺമെൻറ് ഉത്തരവുകൾ കൂട്ടിയതുകൊണ്ട് എറണാകുളം DMO 7/5/2024 ആരോഗ്യ ബ്ലോക്ക് റവന്യൂ ബ്ലോക്കായി പരിവർത്തനപ്പെടുത്തിയപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കീച്ചേരി രാമമംഗലം CHSCകളെ FHSC ആക്കുന്നതിന് പകരം അത് റദ്ദാക്കിയാണ് ഉണ്ടായത്. ഈ 2 സ്ഥലങ്ങളിലും ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും കെട്ടിട സൗകര്യങ്ങളും ജോഗ്രഫിക്കലിയും ആപ്റ്റായ സ്ഥലങ്ങളാണ്. കീച്ചേരി FHSC അത് നേരെ പൂത്തോട്ടയ്ക്ക് മാറ്റി നൽകുകയുണ്ടായി. സാർ, അങ്ങനെ മാറ്റാനായിട്ട് യാതൊരു റിപ്പോർട്ടും ജില്ലാതലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം ഏറെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കീച്ചേരിയും രാമമംഗലം CHSCകളെ FHSC ആയി ഉയർത്തി നിലനിർത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ പൊതുജനാരോഗ്യ ഇടപെടലുകൾക്ക് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ റവന്യൂ ബ്ലോക്കും ഹെൽത്ത് ബ്ലോക്കും 2ആയി നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രശ്നമാകാറുണ്ട്. അതോടൊപ്പം നഗരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റർവെൻഷൻസിന് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിഹരിക്കുകയാണ് സാർ. കുറേ വർഷങ്ങളായി നിലനിന്ന് പോന്നിരുന്ന ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട അംഗം ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ബ്ലോക്ക് തല FHC അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്നുള്ളത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അതെന്താണെന്നുള്ളത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സർ.